അപ്പോൾ ഇടുക്കിയിൽ ഏലത്തോട്ടത്തിലാണുള്ളത്, ഏലകൃഷി കണ്ടല്ലോ അല്ലേ? അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവിടെ ഏലൊക്കെ പറിച്ചുകൊണ്ടിരിക്കണതാണ് അല്ലേ? എല്ലാം ഇങ്ങനെ പറിച്ച് ബക്കറ്റിലിട്ടുകൊണ്ടിരിക്കണതാണ്. ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് അല്ലേ? ഇത് 1 by 1 ആ പൊക്കണത്, പിക്ക് ചെയ്യണത്. ഇതിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ ജൂൺ മാസം ജൂലൈ മാസം മുതൽ. ഈ വർഷം മഴയുടെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ഉൽപ്പാദനം ഇച്ചിരി താമസിച്ചു. ജൂലൈ മാസം മുതൽ ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇത് 1 by 1 എടുക്കുന്നത്, പഴക്കായ മാത്രമേ എടുക്കുകയുള്ളൂ. ഇതുണ്ട്, ഇത് കൊത്ത് കണ്ടോ? ഈ ചെടിയുടെ ഇവിടെ മുതലാണ് ആദ്യം മുതൽ എടുത്തു വരുന്നത്. ഇത് എടുത്തു വന്ന് ഇതിപ്പോൾ പിഞ്ച്, ഇതിപ്പോൾ ഇതിന് മുമ്പുള്ള ഭാഗം എടുത്തു പോയേക്കുന്നത്, ഇതിപ്പോൾ പൊഴിഞ്ഞു പോയേക്കുന്ന കായാണ്. ഇപ്പോൾ കാലാവസ്ഥ ഇതിപ്പോൾ പുള്ളിക്കാരത്തി എടുത്താണ്, ഇതെടുത്താണ്. ഒരു പഴം അതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആകുമ്പോൾ മൂത്ത കായ 2 കിട്ടും. ഇത് പിഞ്ച് കായാണ്, ഇതിന് മുമ്പുള്ള കായ എടുത്തു പോയതാണ്. അപ്പം ഇതിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഈ ആ സമയം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ സമയത്താണ്. ഈ ഏലക്ക എടുത്താൽ ഇതിവിടെ നേരെ എടുത്താൽ നേരെ ഏലക്കാരെ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കും. നമ്മളത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിൽ സാധനം വായുസഞ്ചാരം ഇല്ലാതെ കെട്ടി മുറുക്കി ചണച്ചാക്കിൽ മുറുക്കും. ചണച്ചാക്കിൽ കയറ്റി മുറുക്കി ക്ലിയറാക്കി വെട്ടമില്ലാത്ത റൂമിൽ കയറ്റി വെച്ചാൽ സംഭവത്തിൻ്റെ ഇതിൻ്റെ കളറിലാണ് പ്രാധാന്യം വരുന്നത്. വൈറ്റ് കളർ ഇതിൻ്റെ വലുപ്പത്തിലുമാണ് വില കൂടുതൽ കിട്ടുന്നത്. ആ സംഭവം വായുസഞ്ചാരം ഇല്ലാത്ത കവറിൽ സംഭവം ഫിക്സ് ചെയ്ത് ക്ലിയറാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും കളർ പോകാതെയും ഡാമേജ് ആകാതെ ഇരിക്കും. ഒരിക്കലും തണുപ്പടിക്കാനോ ഓവർ ഇതായിട്ടിരിക്കാനോ പാടില്ല. അപ്പോൾ എന്തായാലും ഷോർട്ടാക്കി പറഞ്ഞാൽ ജിജോ പറഞ്ഞാൽ ഇവിടെ നിന്ന് കാ പറിച്ചതിന് ശേഷം ഇതെല്ലാം ഒരു ചാക്കിലാക്കി കുറച്ച് പരിപാടികളുണ്ട്, അതിന്റെ കുറച്ച് പ്രോസസ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അതാണ് നമ്മൾ കാണിക്കാൻ പോണേ. ഫാക്ടറിയിലെ പരിപാടികളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാം നമുക്ക്. ഞാൻ ഇടുക്കിയിൽ ജിജോയുടെ നമ്മുടെ ഡ്രീം വില്ലയിലുള്ള താമസിക്കണം. അപ്പോൾ ജിജോൻ്റെ കൂടെ ജിജോയുടെ തൊട്ടിപ്പുറത്ത് ഏലക്കയുടെ നല്ല മണം രാത്രി വന്നപ്പോൾ. എന്നാൽ അതും കൂടി ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇത് ഏലക്ക മറ്റേ കാണിക്കാം. അതിന് മുന്നേ ഇത് കണ്ടോ ഓരോരുത്തരുടെ. ഇപ്പോൾ എൻ്റെ പേരിൽ ഏലത്തോട്ടത്തിൽ നിന്ന് ഏലക്ക ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ചാക്കിൽ ഇത് കണ്ട എത്ര കിലോ ഉണ്ട്. ഇപ്പോൾ ഒരു 5 ചാക്ക് ഉണ്ടെങ്കിൽ 5 ചാക്കിലേയും കൂടി ചേർത്ത് കണ്ട ചാക്കല്ല 5 ചാക്ക് മൊത്തം ഇത്ര കിലോ അതാണ് കാണിക്കണത്. അപ്പോൾ ഇങ്ങനെ പലരുടെയും ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം ഒരാളുടെ 3 തുണ്ട് എഴുതും, 1 ചാക്കിലെഴുതും, 1 ഏലക്ക ഉണങ്ങുന്ന കൂട്ടത്തിൽ ഒരു തുണ്ട് ഉണങ്ങിയെടുക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു തുണ്ട് അവരുടെ കൊടുത്തു വിടും. അപ്പോൾ ഈ ഏലക്ക മാറിപ്പോകാനോ ഇത് സംഭവമായിട്ട് പാടില്ല. കറക്റ്റായിട്ട് ഗുണമേത്തിൻ്റെ വ്യത്യാസമുണ്ട്, തൂക്കത്തിൽ വ്യത്യാസം വരും. പച്ചക്ക ഉണ്ടെങ്കിൽ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 5.5-6 കിലോയോളം ഉണ്ടെങ്കിൽ മാത്രമേ 5.5-6 കിലോയോളം ഉണ്ടെങ്കിൽ മാത്രമേ 1 കിലോ ഉണക്കക്ക കിട്ടുള്ളൂ. ഇവരിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ ഓൾറെഡി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം അവിടുന്ന് മോട്ടറിൽ നിന്ന് വെള്ളം ഒഴിച്ച് അതിനകത്തിട്ടിട്ട് വാഷിംഗ് മെഷീനിൽ നമ്മൾ കഴുകുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ സംഭവം വാഷ് റൗണ്ട് ചെയ്ത് അതിൽ ഇത് ഏലക്ക ഉണ്ടാകുന്നത് ചുവട്ടിലാണ്, ചെടിയുടെ ചുവട്ടിലാണ്. സ്വാഭാവികമായിട്ട് മണ്ണിയും ചെളിയും കാര്യങ്ങളെല്ലാം കൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഇത് അവിടുന്ന് വെള്ളം ഒഴിച്ച് ഈ സംഭവം ഒഴിച്ച് വാഷ് ചെയ്യാണ്. വാഷ് ചെയ്ത് ഈ സംഭവം പുറത്തോട്ടിട്ട് ചെളിയിലാണ് ക്ലീൻ ചെയ്തെടുക്കും. ക്ലീൻ ചെയ്തെടുത്തിട്ട് ഈ കൊട്ടയ്ക്കകത്ത് വാരി സംഭവം അകത്ത് കൊണ്ട് കാണിക്കും. ഇതിന് വിശദമായിട്ട് വിവരങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ 2 സ്റ്റോറാണുള്ളത്. അതിൻ്റെ അടുപ്പാണിത്. ആദ്യം അടുപ്പ് കാണിച്ചുതരാം. ഇത് അതിൻ്റെ അടുപ്പാണിത്. ഇവിടെയാണ് തീ കത്തിക്കുന്നത്. ഇതിനകത്ത് തീ കത്തിക്കും. ഇതിനകത്ത് തീ കത്തിച്ച് ഇതിൻ്റെ അകത്തുള്ള ചൂട്, ഇതിനകത്തുള്ള പുകയും ഇത് അടുപ്പിൽ ഊതുന്ന സംഭവം. നമ്മൾ അടുപ്പിൽ ഊതൂല്ലേ, അടുപ്പിൽ ഊതുമ്പോൾ കാറ്റ് പോകുന്ന ഇതിൻ്റെ അകത്ത് തീരെ കുതു പറയുമ്പോൾ ഇട്ട് കൊടുക്കും. ഒരാൾ എപ്പോഴും ഇവിടെ ജോലിക്ക് വേണം. നൈറ്റിൽ ചൂട് കൂടാൻ പാടില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഏലക്ക വെന്തു പോകും. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക വാടിപ്പോവും. കറക്റ്റ് ടെമ്പറേച്ചറിൽ ഈ സംഭവം ഉണങ്ങിയെടുക്കണം. മഴക്കാലമായി കഴിഞ്ഞാൽ 12-13 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ അതിൻ്റെ സംഭവം ഉണങ്ങിയെടുക്കണം. അപ്പോൾ ഈ മിഷനറിയുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരാം. ഞാൻ വിറകാണ്, ഈ വിറകുകൾ എടുത്തിട്ടാണ് രാത്രി ഇട്ട് കൊടുത്ത് ചൂടാക്കി. 2 സ്റ്റോറാണ് ഇവിടെ ഉള്ളത്, ഒരേ സമയം വർക്ക് ചെയ്യണേ. ഈ വർഷം ഏലക്ക നമ്മൾ അകത്ത് കയറി റൂം കാണിച്ചു തരാം. ഇത് അതിൻ്റെ എയർ പുറത്തോട്ട് തള്ളിപ്പോണ മെഷീനാണ്. ഇപ്പോൾ ഫാന് അതിൻ്റെ അകത്തുനിന്ന് ഏലക്ക ഉണങ്ങിയിട്ടുള്ള ചെരുപ്പിടാം. ഇതാണ് ഏലക്ക കാണിച്ചു കൊടുത്തേ. അവിടുന്ന് കഴുകി എടുത്തോണ്ടിരുന്ന ഇത് ബോക്സാണ്. ഈ ബോക്സ് തുറക്കും. തുറന്നിട്ട് ഇത്ര നീളത്തിലുള്ള ബോക്സ് പെട്ടിയാണത്. ഒറ്റ പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് വലയുണ്ട്.
വലയിട്ടിട്ട് ഓരോ ആൾക്കാർക്ക് വലയിട്ടിട്ട് ആ വലയുടെ മുകളിൽ തുണ്ട് സഹിതം ഓരോരുത്തർക്കും ഓരോ തുണ്ടുണ്ട്, ഇതുപോലത്തെ തുണ്ടുണ്ട്. ആ തുണ്ടിട്ട് ഇപ്പോൾ അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്ന കായടെയാണ് ഈ തുണ്ട്. ഓരോ തുണ്ടുണ്ട്. ഈ തുണ്ടും അതിനൊപ്പം തന്നെ ഉണങ്ങിയെടുക്കും, അല്ലെങ്കിൽ കാ മാറിപ്പോൾ അല്ലെങ്കിൽ തൂക്കത്തിൽ വ്യത്യാസം വരും. ഇപ്പം ഏലക്ക ഇതുണ്ട്, ഏലക്ക അല്ലല്ല, ഇതുണ്ട്. ഇത് 700 കിലോ വരെ ഇതിനകത്ത് തുടങ്ങാം. ഒറ്റ ഹാള് പോലത്തെ ഒരൊറ്റ മുറി, ഇതാണ് ഒരു ബോക്സാണ്. അതിനകത്ത് ആദ്യം വല വിരിക്കും, ആദ്യം കായിടും, അതിന് മുകളിൽ വല വിരിക്കും, വലയുടെ മുകളിൽ അടുത്തയാടെ കായിടും, അയാളുടെ തുണ്ടിടും, അതിന് മുകളിൽ അടുത്ത വല വിരിക്കും, അയാളുടെ തുണ്ടിടും, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണങ്ങുന്നത്. 700 കിലോ വരെ ഇപ്പോൾ ഇതിനകത്ത് ഉണങ്ങാൻ പറ്റും. ഈ സംഭവത്തിൻ്റെ ഇതുണ്ട്, വല കണ്ട, ഇതാണ് ഏലക്ക. ഇതിനകത്തുള്ള ഏലക്ക ഉണങ്ങായിട്ടേക്കുന്നതാണത്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് അടുപ്പ് കണ്ടില്ലേ, അടുപ്പിൻ്റെ അകത്തുനിന്ന് അവിടെ ഒരു മോട്ടർ മെഷീൻ ഇരിപ്പുണ്ട് അടിയിൽ. അതിന് പുക എല്ലാം അവിടെ വെളിയിലോട്ട് പോകും, ചൂട് അടിയിൽ കൂടെ കയറി വരും. ചൂട് അടിയിൽ കൂടെ കയറിപ്പോയി ആ ചൂട് ഇതിന് ഉണക്കിയിട്ട് ആ എയറാണ് പുറത്തോട്ട് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ടെമ്പറേച്ചർ 47 ആണ്. 47 ടെമ്പറേച്ചറിലാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ഇത് 13 മണിക്കൂർ 13 മണിക്കൂർ കൊണ്ട് സംഭവം ക്ലിയർ ആയി കിട്ടും. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഈ സംഭവത്തിന് അറ്റത്ത് പൂവുണ്ടാവും. അതിവിടെ ഒരു മെഷീനിൽ കാണിച്ചിട്ട് ആ സംഭവം കറക്കി അതിൻ്റെ പൂ മാത്രം എടുത്ത് കളഞ്ഞിട്ട് ആ സംഭവം എടുത്ത് കെട്ടി ക്ലിയർ ആയിട്ട് വരും. ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ തൂക്കം നോക്കുമ്പോൾ 6 കിലോ 5.5 കിലോയ്ക്കൊക്കെ 6 കിലോ പിഞ്ചക കയറി വന്നിട്ടുണ്ടെങ്കിൽ 6 കിലോയ്ക്കും, അല്ലെങ്കിൽ 5.5 കിലോയ്ക്കൊക്കെ 1 കിലോ ഉണക്കുക കിട്ടും. ഇത് കായ എടുക്കുന്നത് 1 by 1 ആണ്. വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ടീ ഫാക്ടറി ഉണ്ട്, വേറെ കുറേ വാർത്തകൾ ഇവിടെ ഉണ്ട്. അതെല്ലാം അവിടെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ഇല്ല, നമ്മൾ മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് ക്ലിയർ ചെയ്യാം. എല്ലാ വീഡിയോകളും കാണിക്കുന്നതാണ്. നന്നായിക്കോട്ടെ. നമ്മുടെ ജിജോയുടെ വീടിനോട് ചേർന്ന് ഇങ്ങനൊരു യൂണിറ്റ് ഉള്ളത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് അറിയാം. അതാണ് രസം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം മുമ്പ് ഏലക്കയുടെ സ്മെല്ല്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു യൂണിറ്റ് ജിജോയുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അതിനെന്താണെന്ന് പറഞ്ഞ് അങ്ങനെ കയറി എടുത്തത്. പിന്നെ ജിജോ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ജിജോ തന്നെ പറഞ്ഞു തന്നു. എനിക്കത് പഠിച്ച് നിങ്ങളിലേക്ക് പറയേണ്ടതില്ല. പിന്നെ ഞാൻ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുന്ന ചെറിയൊരു ഏലക്ക പാക്കറ്റ് ഉണ്ടാവില്ല. ആ സാധനം വന്നത് ഇത്രയും പണി കഴിഞ്ഞിട്ടാണ്. ഇത്രയും പുളിയൊക്കെ കുളിപ്പിച്ച് അതിന് ശേഷം അടപ്പേലിട്ട് അല്ലേ ഇത്രയും പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതിലേക്ക് എത്തണം. ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മൾ എടുത്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ആദ്യം നമ്മൾ കാണിച്ചല്ലോ ചാക്കിലാണ് ഇങ്ങനെ കസ്റ്റമർ കൊണ്ടുവന്ന് കൊടുക്കണം. തിരിച്ച് ഇദ്ദേഹത്തിന് മറ്റേ പാക്കറ്റിൽ കവറിൽ പ്ലാസ്റ്റിക് കവറിൽ കൊടുത്തു വിടും. ഇതിൻ്റെ കളറൊന്നും പോകാണ്ട് അത് പക്കയായിട്ട് സൂക്ഷിക്കണം. അതിൻ്റെ വിലയൊക്കെ ഇരിക്കണം അതിൻ്റെ അകത്തൊക്കെയാണെന്ന് പറഞ്ഞു ജിജോ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ വെച്ച് ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കുമെന്നുള്ള ആഗ്രഹത്തിൽ എടുത്തിട്ടുണ്ട്. അവിടെയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, നമ്മളിതൊന്നും കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണണം. അപ്പോൾ പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയില്ല, എപ്പോൾ എന്ത് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇടുക്കിയില്ല കുറേ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എളുപ്പമുള്ളതൊക്കെ ആദ്യം ഞാൻ ഈസി ആയിട്ടുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വിടുകയാണ്. ബാക്കി കുറേ വരുന്നുണ്ട്. ഞാൻ ജിജോ കൂടി പോയത് എന്തായാലും അതൊക്കെ അടുത്ത ദിവസം കണ്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇതേപോലുള്ള അല്ലെങ്കിൽ ഇടുക്കിയിലെ വിശേഷങ്ങളും വന്നുണ്ട്, മറ്റുള്ളതും വന്നുണ്ട്. കഴിഞ്ഞ ദിവസം വേറെ ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഫിഷിങ്ങിനൊക്കെ പോയായിരുന്നു ബോട്ടിൽ. അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. കാത്തിരിക്കുക. അതൊക്കെ എന്താണ് പറയുക, അതൊക്കെ നല്ലൊരു അനുഭവം വരുന്നത്. അതൊക്കെ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒരിക്കലും മറക്കരുത്. കാരണം അപ്പോഴല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.